ഹായ് ഹലോ, അബിയാണേ. പൗർണമിയായിട്ട് പൗർണമിക്കാവ് അമ്പലത്തിൽ എത്തി കേട്ടോ. അമ്പലത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ വലത് സൈഡിലായിട്ട് പുതുതായി പണി കഴിപ്പിച്ച പുതിയൊരു രൂപമാണ് നമ്മൾ കാണുന്ന, ഒരു ദേവിയുടെ രൂപമാണ്. 1001 പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അമ്പലമാണ് പൗർണമിക്കാവ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം. പൗർണമി ദിവസം മാത്രമേ നട തുറക്കത്തുള്ളൂ. ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്യാം. ചുവന്ന പട്ടു ചുറ്റി ദേഹമാസകലം കുങ്കുമം പൂശി വാളുമായിട്ട് ഭക്തരുടെ ഇടയിലേക്ക് ഇറങ്ങി അനുഗ്രഹം നൽകുന്നതാണ് ഈ ഒരു ചടങ്ങ്. അരങ്ങേറ്റം നടക്കുകയാണ്. ഇതിവിടെയുള്ള കുട്ടികളല്ല, വേറെ സ്റ്റേറ്റിലുള്ള കുട്ടികളാണ്. അവരിവിടെ വന്ന് അരങ്ങേറ്റം നടത്തിയാൽ അവരുടെ കലാമേഖലയിൽ ഉയർച്ച ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ ആദ്യ അക്ഷരം മുതൽ തുടങ്ങുന്ന ദേവതമാരുണ്ട്. അക്ഷരം വച്ച് തുടങ്ങുന്ന അക്ഷര ദൈവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അവർക്ക് വഴിപാടുകൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. നമുക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇവിടെ പൂജ ചെയ്യുന്നത് സാധാരണ ആൾക്കാരല്ല, ഹിന്ദിക്കാരാണ്. അവരുടെ വസ്ത്രധാരണ രീതിയിൽ തന്നെ ഒരു മാറ്റമുണ്ട്. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അഹോരി സന്യാസി ശിവനെ പ്രീതിപ്പെടുത്താനായി ഇടയ്ക്ക് കൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കയ്യിലൊരു ശൂലമുണ്ട്. കഴുത്തിൽ രുദ്രാക്ഷവും മുടിയും താടിയെല്ലാം നീട്ടി വളർത്തിയിട്ടുള്ള ഒരു രൂപമാണ് സന്യാസിയുടേത്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നന്ദികേശൻ്റെ വിഗ്രഹമുണ്ട്. അവിടെ ആൾക്കാർ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വലാണ്. ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ജനക്കൂട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിളക്കുമായിട്ട് ആൾക്കാർ പ്രാർത്ഥിച്ച് അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വരാത്തവർ തീർച്ചയായും അമ്പലത്തിലേക്ക് വരണം. ഞാൻ നൈസ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് അഹോരി സന്യാസി വരുന്നുണ്ട്. ഇവിടെ എന്തോ ആചാരം നടക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. ഇവിടെ അതുപോലെ തന്നെ ദോഷങ്ങൾ മാറാനുള്ള ഓരോ പ്രയോഗങ്ങൾ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ബസ്സുണ്ട് എല്ലാ റൂട്ടിലേക്കും. അത് പൗർണമി ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണാം ഒരുപാട് വണ്ടികളും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ പല സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. രണ്ട് സൈഡും വണ്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും